എല്ലാവർക്കും നമസ്കാരം. ശരിക്കും സ്വാഗതമല്ല ഞാൻ ചെയ്യേണ്ടത്, ഞാൻ കുറേ പേരോട് നന്ദിയായിരുന്നു പറയേണ്ടത്. ഈ സിനിമ ഏകദേശം കുറച്ച് നാളുകളായി നിങ്ങളുടെയൊക്കെ മുന്നിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പല കാരണങ്ങളും പല തടസ്സങ്ങളും എല്ലാം നേരിട്ടത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമ നിങ്ങളുടെ കയ്യിലെത്തും. ഈ സിനിമയിൽ അത്രയ്ക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നായിക ഈ സിനിമ ഇറങ്ങാതെ ഇത്രയും നാളും വേറൊരു സിനിമ ചെയ്യാതെ കാത്തിരുന്നത്. അതിന് ആദ്യം തന്നെ ഹണിയോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ശരിക്കും ആനന്ദിനി ഈ കഥയുമായിട്ട് വരുമ്പോൾ എനിക്ക് ആനന്ദിനിയിൽ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആനന്ദിനി വന്നതിന് ശേഷമാണ് ആനന്ദിനി എന്നോട് പറയുന്നത്, ഞാൻ എബ്രിഷൈൻ്റെ അസിസ്റ്റൻ്റാണെന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഈ സിനിമയുടെ തുടക്കം അങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഈ സിനിമ ഇവിടെ എത്തിക്കാൻ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ സാരഥികളായ ടിപ്പുവിനോടും ഷിയാസിനോടും ഒരുപാട് കടപ്പാടുണ്ട്. അവരെ എന്നിലോട്ട് എത്തിച്ച എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷെമിയോടൊരു കടപ്പാടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തുള്ളത് എത്തിക്കാൻ എന്നെ സഹായിച്ച അരുണുണ്ട്, ഹനാനുണ്ട്, അതുപോലെ ഡ്രീം ബിഗിൻ്റെ സുജിത്തേട്ടനുണ്ട്, പിന്നെ എൻ്റെ എല്ലാമായ ഗുഡ്വിൽ ജോബിച്ചേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഈ സിനിമ ഇവിടെ എത്തിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാണ്. ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കട്ടക്കൂടെ എന്നാണ് കണ്ണൻ താമരക്കുളം. എല്ലാവരും ഇവിടെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്. അതിലേറ്റവും കൂടുതൽ സന്തോഷം വിനയൻ സാറും ലാൽജു സാറും ഇവിടെ എത്തിയതെന്നുള്ളതാണ്. വിനയൻ സാർ എപ്പോഴും എന്നെ വിളിച്ച് ഈ സിനിമയുടെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിലീസ് തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് വിനയൻ സാറിനെയാണ്. പിന്നെ ഇത് എനിക്കിപ്പോൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ കൂടെ ആത്മാർത്ഥമായി കട്ടക്ക് നിൽക്കുവാൻ വേണ്ടി ഷാഹുൽ അമീദിക്ക വന്നതോടുകൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ നിങ്ങളുടെ മുന്നിലോട്ട് ധൈര്യപൂർവ്വം എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ അധികമൊന്നും സംസാരിക്കാൻ അറിയില്ല, നല്ല ടെൻഷനാണ്. പിന്നെ ഏഞ്ചൽ ചോദിച്ച പോലെ ഇത്രയും നാൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ അതിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപടി മുന്നോട്ട്, അതാണ് റേച്ചൽ എന്ന സിനിമ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ക്ഷണിച്ച വിശിഷ്ട വ്യക്തികൾ, അതുപോലെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ് 6-ാം തീയതി. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. ആദ്യം ഒന്നും പറയാൻ അറിയില്ല, പേടിയാ. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഞ്ജു ബാദുഷയുടെ കൂടെയും ഇങ്ങനെ ഒരു പടം നിർമ്മിക്കാൻ ഇതോടൊപ്പം ചേരാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു വ്യവസായ സിനിമയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്, മറ്റല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ അതിന് എനിക്ക് കടപ്പാട് ബാദുഷയോട് മാത്രമാണ്, വേറെ ആരോടും ഇല്ല എന്ന് തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാം. ഒരുപാട് സന്തോഷം. ഇത് അസിസ്റ്റന്റ് ആയിട്ട് വന്നു, അസോസിയേറ്റ് ആയി, ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നതിനോടൊപ്പം വോട്ട് യു ഫീൽ റൈറ്റ് നൗ, ഈ ഒരു മൊമെന്റിൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, അതിൻ്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട്. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാദുകയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഷൈൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു.
I think Anandini getting a little bit emotional right now. അല്ലെ ഒരു വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ ഒരു സന്തോഷ കണ്ണുനീരോടെ ആനന്ദിനിയുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു വൻ വിജയമായി തീരട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ആനന്ദിയിൽ നിന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോ വൺസ് അഗൈൻ wish you all the very best. താങ്ക് യു വെരി മച്ച്. യെസ്. എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ഷൈൻ സാറിൻ്റെ കോള് എന്നെ തേടി എത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ഉഴപ്പൻ ക്യാരക്ടറാണ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ, എന്നോടൊപ്പം ബൈജു ചേട്ടനുമുണ്ട്, ഞാനും ബൈജു ചേട്ടനുമാണ് കൂട്ടുകാർ. നമ്മുടെ ബാബുരായേട്ടൻ്റെ ഐഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. എന്തായാലും ടീമിന് വലിയ വിജയാശംസകൾ. ചിത്രം വലിയ ഒരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്, ഗംഭീര സിനിമയാണ്. താങ്ക്സ് ടു ഷൈൻ, ആനന്ദിനി ആൻഡ് ബാദു, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും. എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ജോജി പറഞ്ഞ പോലെ പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. രണ്ട് ഡിഫറെന്റ് ലുക്ക് ഉണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം. താങ്ക് യു. God bless. എല്ലാവർക്കും നമസ്കാരം. ആനന്ദിനി ബാല ഡയറക്ടർ ആദ്യമായിട്ടൊരു നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്ടർ ചെയ്യുന്നത് എനിക്കിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രമാണ്. അപ്പം അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശയം അത് കാണുമ്പോഴായിരുന്നു. പിന്നെ ഇത് ബാബേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. സന്തോഷം. താങ്ക് യു. സോ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. റേച്ചൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന ആനന്ദിനി മാമിന്, ഷൈൻ സാറിന് എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിലും ഒക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. താങ്ക്സ് ടു മാം. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരും റിലീസായ പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബാദക്കയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ബാദക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ആനന്ദിനി മാം എന്ന് പറയുന്നൊരു പുതിയൊരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറയുന്നൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയിൽ നിന്ന്, അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്നൊരു ബ്രേക്ക്, അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പം അതുപോലൊരു റോളാണ്. അപ്പോൾ ഈ സമയത്ത് ഷൈൻ ചേട്ടനും ബാധകക്കും ആനന്ദിനിക്കും ഒരുപാട് നന്ദി. അപ്പം സിനിമ December 6 റിലീസാവണം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. എല്ലാവരും കാണാം. താങ്ക് യു. താങ്ക് യു റോഷൻ. എല്ലാവർക്കും നമസ്കാരം. നല്ല സിനിമ, റേച്ചലിൻ്റെ ഒരു നല്ല കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റിയില്ല. എനിക്കും ഭയങ്കര സന്തോഷം അവരുടെ കൂടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ. എല്ലാം നല്ല രീതിയിലായിരുന്നു. ഒരു സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ നമ്മുടെ ആനന്ദിനി വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും എല്ലാം കൂടി കൊണ്ടിട്ട് വിഷമിച്ച്, എന്നാലും ഒരു തലയിലൊരു തുണി പോലും ഇടാണ്ട് ഇങ്ങനെ നിന്ന്, എന്നാലും അത് ചെയ്യാനായിട്ടുള്ള ആ വ്യഗ്രത, അതിൻ്റെ ഞാൻ പലപ്പോഴും വിളിച്ച് മെസ്സേജൊക്കെ എഴുതി ചോദിക്കും, എന്താ സിനിമ വരാത്തത്, സിനിമയ്ക്ക് എന്താണ് ഇത്ര താമസം വന്നു പോയി, നമ്മുടെ നല്ലൊരു സിനിമയാണല്ലോ, അത് വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. വരും ചേച്ചി, വരും, കുറച്ച് താമസമൊക്കെ ഉണ്ടെങ്കിൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം ഒരു നല്ല സിനിമ നമുക്ക് കാണാനുള്ളത് വരാത്തതിനുള്ളൊരു സങ്കടം. അപ്പൊ നമ്മൾ അഭിനയിച്ച ആൾക്കാർക്ക് ഉള്ളതിനേക്കാളും അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും അതിന്റെ കൺട്രോളർ എടുത്ത് ചെയ്യണ ബാക്കിയൊക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടാവും എന്ന് ഞാൻ ഓർത്ത്. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതിന്റെ
ഒരു പരമാവധി നല്ല രീതിയിൽ ചെയ്തിട്ട് അത് വരാതിരിക്കുമ്പോഴോ തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് നല്ലതാണോ ചെയ്തതെന്ന് ആര് പറയും, എങ്ങനെയായിരിക്കും പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രയാസം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഹരിയുടെ ഈ വേഷം വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ചെയ്ത അപ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ച രാധിക വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരും കിട്ടിയ റോളുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഡിസംബർ 6-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് സന്തോഷിക്കുക, മറ്റുള്ളവരോട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് ഇനിയുള്ള സന്തോഷം. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ആനന്ദിനിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ കഥ പറഞ്ഞു പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അധികം ക്യാരക്ടേഴ്സ് വരില്ല. ഇപ്പൊ ഫീമെയിലിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. പിന്നെ സിനിമയെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴും വർക്ക് ചെയ്തപ്പോഴും മൊത്തത്തിൽ ഈ സിനിമ ഒരു ഭയങ്കര രസമുള്ളൊരു കഥയാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ ആനന്ദിനിയോട് എപ്പോഴും ഇങ്ങനെ പറയും, ഫിലിം ബൈ ആനന്ദിനി ബാല, നമുക്കത് കാണണ്ടേ. സോ അങ്ങനെ കുറെ കാലത്തിന്റെ ഒരു കാത്തിരിപ്പിന് ശേഷം ഫിലിം ബൈ ആനന്ദിനി ബാല ഡിസംബർ 6 റിലീസ് ആവുകയാണ്. മൊത്തം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഒരു 40-45 ഡേയ്സ് ഭയങ്കര രസമായിരുന്നു. ഹണിയുടെ കൂടെ ആയിരുന്നു എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് വളരെ നന്നായിട്ട് വരുമെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു 10-20 വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതിന്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിനി തന്നിരിക്കുന്നത്. ആൻഡ് ഹോൾ ക്രൂ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക. അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലേയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചൽ. ആൻഡ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാതുക്ക, അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു റീസൺ. അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടെ പോയി, മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങള് കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ. ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത്. ഇനി ഡിസംബർ 6 പടം വരികയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ഇനി ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റേച്ചലിന്റെ ഹോൾ ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ പറഞ്ഞില്ലേ 10-20 വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും. അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണം എന്നില്ല. വരുന്നതിൽ നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഒരു വലിയൊരു പാഷനാണ്. അപ്പം ഈ ഒരു സിനിമ വന്നപ്പം ഈ ഒരു സിനിമ, എൻ്റെ സ്റ്റോറി ലൈൻ, എൻ്റെ ഒരു കഥാപാത്രം, പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ. ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ത് വേണം എന്നുള്ളത്. ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്.
അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ്. ദൈവം നമുക്കൊരു എന്താ പറയാ, ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. മലയാള സിനിമ ഇൻഡസ്ട്രി ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു സീറ്റ് ഉണ്ടാകട്ടെ. എനിവേ, ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു സിനിമ, ഒരു ഫാമിലി. പിന്നെ ഞാൻ ഒത്തിരി വാത്സല്യത്തോടെ കാണുന്ന ബാബുരാജാണേലും ബൈജു ആണെങ്കിലും ഒത്തിരി പേര് എനിക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബാദു, മഞ്ജു, ഷാബുൽ ഹമീദ്, രാജൻ, നിർമ്മാതാക്കളോടാണ്. നിങ്ങളാണ് ഈ റിസ്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ആനന്ദിനെ കണക്കുള്ള ഫ്രഷ് ഡയറക്ടർക്ക് ഒരു വലിയ അവസരം കൊടുത്തിരിക്കുന്നു. ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ 2005 എനിക്ക് തോന്നുന്നു, അതിനു മുമ്പ് 2002 or 2003 ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ വീട്. ഹണിയുടെ അച്ഛനും അമ്മയും ഹണിയും കൂടി ഇന്ന് മാടപ്പറമ്പിൽ എന്ന അതിപ്പോഴുണ്ടെന്ന് തോന്നുന്നു ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയത്തിൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു കുറച്ചുകൂടി വലുതാകട്ടെ. അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, മണിക്കുട്ടനെ ഹീറോ ആക്കാം, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നത്. അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും, എൻ്റെ സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു 10 സിനിമ ചെയ്താൽ ആ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അതിന് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാർ 10 സിനിമ ചെയ്താൽ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം. സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട് ഹണി. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത്, അല്ലേ? ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവായിരങ്ങളെ, കല്യാണ സുഗന്ധി, അനുരാഗ കൊട്ടാരം, അങ്ങനെയുള്ള പടം ചെയ്ത്, ഹൊറർ പടം ഭയങ്കര ആകാശഗംഗ ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് മനസ്സിലേറ്റ് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആവും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെ സന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറിനോട് എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി ഞാൻ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഭയങ്കര ഫോർമൽ ആവുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അൻവിൻ സർ സ്റ്റേജിൽ തന്നെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യും. Going to the very grand audio launching ceremony of Rachel to be here. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ആക്ടേഴ്സും എല്ലാവരും നിറഞ്ഞ ഒരു വേദിയിൽ റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് സെറമണി ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. എബ്രിഡ് ഷൈൻ എൻ്റെ ദീർഘകാല സുഹൃത്താണ്. അങ്ങനെ എബ്രിഡ് ഷൈൻ്റെ എല്ലാ സിനിമകളുടെ സെറ്റിലും പോകാറുണ്ട്. അങ്ങനെ ആനന്ദി ബാലയെ അന്ന് പോലെ അറിയാം. ഞങ്ങള് 5 ആനന്ദി ബാല എന്നാണ് ഇവളുടെ പേരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സിനിമയുടെ പോസ്റ്ററിൽ ആനന്ദി ബാല എന്ന് കണ്ടപ്പോഴാണ് പേര് അതാണെന്ന് അറിയുന്നത്. അപ്പം
നേരത്തെ അറിയുന്ന കുട്ടിയാണ്. ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറെ കാലങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഒരു സിനിമ അത് റിലീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. എന്റെ ഭാഗ്യത്തിന് അന്ന് ഒരു ഫങ്ഷൻസും ഉണ്ടായിരുന്നില്ല, പടത്തിന് പൂജ ഉണ്ടായില്ല, ഓഡിയോ റിലീസും ഉണ്ടായില്ല, പടം ഹിറ്റായതിനു ശേഷം ഒരു ആഘോഷവും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നില്ല. പിന്നെ 5 കൂടെ നിന്നിട്ട് ഇമോഷണൽ ആയപ്പോ എനിക്കത് മനസ്സിലാവും. ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല, കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഇതിന്റെ കുറെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഇതെന്താണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാബുരാജ് പറഞ്ഞ പോലെ ഭരതേട്ടന്റെ പഴയ സിനിമകൾ, ഈ ചാട്ട, ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ അതിന്റെ ഒരു ആംബിയൻസ്, അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, പിന്നെ ഭരതേട്ടന്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു രീതി, റേച്ചലായിട്ട് ഹണീനെ അവിടെ സെറ്റില് കാണുമ്പോഴൊക്കെ അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണിയും ആ ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും, അത് ആണുങ്ങൾക്കേ പറ്റൂന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ്, പക്ഷെ ഒരു പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ബാബുരാജ്, വിനയ് തട്ടില് ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. ബാബുവൊക്കെ നമ്മുടെ പഴയ ഗടികളാണ്. ആദ്യം അതെ, മറവത്തൂർ കനകൾ തൊട്ടിട്ട് കുറെ സിനിമകളിൽ എന്റെ സിനിമകളിലുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ വളരെ മെച്ചോർഡായിട്ടുള്ളൊരു ബാബുരാജനെ ഞാൻ കണ്ടിരുന്നു. ഈ സിനിമ ലേറ്റായി എന്ന് എല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ലേറ്റായതോ ലേറ്റാവാത്തൊന്നും ഓഡിയൻസിന്റെ പ്രശ്നമല്ല. ഇത് എന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് തിയേറ്ററിൽ വരുന്ന ദിവസമാണ് ഈ സിനിമ. അപ്പൊ അത് വരികയാണ്. എത്ര കൊല്ലം നിങ്ങൾ ഷൂട്ട് ചെയ്തു, എത്ര കാലം ഇത് ഇറങ്ങാതിരുന്നു എന്നുള്ളതൊന്നൊരു മറ്റ് പ്രേക്ഷകൻ അറിയേണ്ട വിഷയമല്ല. പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം. അത് എന്തിന് ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ 1000, 1250, 1500 രൂപ എന്ന് ചെലവുണ്ട്. അപ്പൊ അവരെന്തിന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഈ സിനിമ എന്തായാലും കാണാൻ ആൾക്കാർ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പല സിനിമകൾക്കും 10 ടിക്കറ്റ് പോലും ഇല്ല, തികയാത്തോണ്ട് ഷോ ക്യാൻസൽ ആവുന്ന ഒരു സമയം. പക്ഷെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. വന്ന് കണ്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്ക് അഭിമാനം അഞ്ജുവിന്റെ കാര്യത്തിലുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി അവരുടെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല, ഒരു കഥയല്ല സെലക്ട് ചെയ്തത്. അത് അതിന്റെ എല്ലാ ചൂരും ഉള്ള ഒരു സിനിമയാണ്. നല്ല ആ സ്ഥലത്തിന്റെയും ആ കഥാപാത്രങ്ങളുടെ ഒക്കെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചുമതലയാണ്. ഒരു സിനിമ ഫംഗ്ഷന് വരുമ്പോൾ അതിൻ്റെ ട്രെയിലർ, ടീസർ ഒക്കെ കാണുന്നു, നമ്മളതിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ഈ സിനിമയെ സംബന്ധിച്ച് ലാലുവേട്ടൻ പറഞ്ഞ പോലെ കുറേ നാളായെന്ന് പലരും പറഞ്ഞു. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് വൈകാനായിട്ട് പല റീസൺസ് ഉണ്ടാവും. പ്രൊഡക്ഷനെ സംബന്ധിച്ചിപ്പോൾ പൈസ ഉണ്ടേ പോലും ഇറങ്ങണമെന്നില്ല, പൈസ ഇല്ലേ പോലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡിലേ ആവും. അപ്പം അങ്ങനെ പല ചിലപ്പോൾ ഗ്രാഫിക്സിന്റെ വർക്കുകളായിരിക്കും, അല്ലെ പല റീസൺസ് അതുകൊണ്ടായിരിക്കും. ഈ സിനിമയുടെ റീസൺസ് എന്തോ ആയിക്കോട്ടെ, ഈ സിനിമയെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും യഥാർത്ഥ ഹീറോസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ബിസിനസ് സാധ്യതകളൊന്നും ഇല്ലാത്തൊരു സിനിമ എടുത്ത് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ
ഡിലേസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പം ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. സോ ബാദുഷയ്ക്കും രാജേട്ടനും ഷാഹിലിനും എല്ലാം അഭിനന്ദനങ്ങൾ. എൻ്റെ എല്ലാം സുഹൃത്തുക്കളാണ്. ബാദുഷ ഒരുപാട് നല്ല സിനിമകളുടെ പുറകെ നടക്കുന്നുണ്ട്. വലിയ സിനിമകളിലെയും ചെറിയ സിനിമകളിലെയും എല്ലാം എന്താ പറയുക, ഒരു വളരെ നാളുകളായിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുമാണ്. പിന്നെ ഹണി റോസ്, എനിക്ക് സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഫംഗ്ഷനിലും അല്ലാത്ത പരിപാടികളിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോഴും ചെറിയൊരു കുറ്റബോധം മാത്രം പടം ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വിനയേട്ടൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു. ട്രെയിലറിൽ ഞെട്ടിച്ചു. ട്രെയിലറിൽ മാത്രമല്ല, ഹണി റോസ് അല്ലാതെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഈ സിനിമ കാണാനായിട്ട് പ്രേക്ഷകർ എന്തുകൊണ്ടിട്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഹണി റോസ് നായികയാകുന്ന അല്ലെങ്കിൽ നായകനാകുന്ന ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്ക് യു സോ മച്ച്. ശരിക്കും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ബാദുഷയുടെ ഭാര്യയും കൂടി പ്രൊഡ്യൂസറിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ കാര്യമുണ്ട്. അടുപ്പുകല്ല് പോലെ 3 മിടുക്കികളായ പെണ്ണുങ്ങളാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. അവരിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആനന്ദിനി ബാല ഈ കാണിച്ചതൊന്നും പ്രഹസനമല്ല. അവര് ഒരു പച്ച ആയ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. ഞാൻ അവരെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. ഈ സിനിമ ഞാൻ കണ്ടതാണ്. ഞാൻ ഈ സിനിമ എൻ്റെ സ്റ്റുഡിയോയിൽ എൻ്റെ ഓഫീസിൽ കാണാൻ വേണ്ടി എബ്രൻ ഷൈൻ ഇതിൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഓഡിയോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരു പെൺകുട്ടി പുറത്ത് റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ വർത്താനം പറയുമ്പോൾ ഈ ക്യാമറയിലൂടെ എനിക്ക് കാണാം ഒരു പെൺകുട്ടിയോടെ പുറത്തിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ ഇതിൻ്റെ ഡയറക്ടർ പുറത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവരെ ആദ്യം വിളിക്കൂ, അവരല്ലേ ആദ്യം പറയണം. അങ്ങനെ അന്ന് ഞാൻ ഈ കുട്ടിയെ അവിടെ വെച്ച് കണ്ടതാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 2ാമത്തെ അടുപ്പുകല്ല് എന്ന് പറഞ്ഞത് ഇപ്പൊ എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ, അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു. വളരെ പുള്ളി എപ്പോഴും തമാശ നർമ്മം പറയുന്നതുകൊണ്ട് ഇന്നത് ഏറ്റില്ല. പുള്ളി പറഞ്ഞു പോയത് ഹണി റോസ് നായികയാകുന്ന, പിന്നെ പുള്ളി ആഡ് ചെയ്തു നായകനാകുന്ന. ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഇതിനകത്ത് നായകനാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും നാളും കണ്ട ഹണി റോസിൻ്റെ ഒരു സിനിമയല്ല ഈ സിനിമ. അത് കഴിഞ്ഞ ഒരു 2 പ്രാവശ്യം ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇത്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഈ പറഞ്ഞ പോലെ വേറെ ചില കാരണങ്ങളായിരുന്നു. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. പിന്നെ ബാദുഷായ്ക്ക് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ അനുഭവയോഗമാണ്. ഇതിനു മുമ്പ് ആരോ പറഞ്ഞു, അത് പറഞ്ഞത് നമ്മുടെ സഹോദരനാണ്. 40% 10% കയ്യിലിരിക്കും, 60% ഭാഗ്യം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് 100% ഭാഗ്യമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ സിനിമയായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ ഞാൻ പറയുന്നത് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും, സ്ത്രീ സമത്വം പൊക്കിപ്പിടിക്കുന്ന എല്ലാ സ്ത്രീകളും പോയി ഈ സിനിമ 150 രൂപ എടുത്ത് കാണണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഇറക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് ദയവായി ഈ സിനിമ പോയി കാണുക. ഇനി 3ാമത്തെ കല്ല് എന്ന് പറയുന്നത് മഞ്ജുഷയാണ്. പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റാണ്. എപ്പോഴും ബാദുഷയോടൊപ്പം ഇഴചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് സിനിമയെക്കുറിച്ച് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് പറയേണ്ടത് 3 അടുപ്പുകല്ല് പോലെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാരാണ്. ഈ 3 പേരെ എനിക്കറിയാം. എനിക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് പൈസ കോട്ടയത്തേക്ക് ഇനി തിരിച്ചു വരും. കാരണം അതിലൊരു പ്രൊഡ്യൂസർ കോട്ടയംകാരനാണ്. പിന്നെ ഷാഹുൽ ഹമീദ്, പുള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പുള്ളിയുടെ കയ്യിൽ കണ്ടമാനം കാശുണ്ട്. അതാണ് ബാദുഷയുടെ ഐശ്വര്യം. അതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ബാദുഷയ്ക്കും പ്രൊഡ്യൂസർമാർക്കും ഉണ്ടാകട്ടെ. ഈ സിനിമ ഡിസംബർ 6 ആരോ പറഞ്ഞതുപോലെ കടിച്ച് കിറച്ച് പോത്തിനെ വെട്ടുന്ന സമയത്ത് തന്നെ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം. സാധാരണഗതിയിലൊരു സിനിമ തുടങ്ങാൻ, ഞാൻ സിനിമ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ആദ്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു കഥ പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ കഥയിൽ കഥാപാത്രങ്ങൾക്ക് സാധാരണ ഇതിൽ രൂപപ്പെട്ടു വരികയാണ്. ഒരു പൂർണ്ണമായിട്ടൊരു കഥാപാത്രം, അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വന്നിട്ട് ഞാൻ ആക്ച്വലി സിനിമ
ചെയ്തിട്ടില്ല. അത് രൂപപ്പെടുത്തിയാണ് സിനിമ ഉണ്ടാവുന്നത്. എൻ്റെ കേസിൽ ഞാൻ സിനിമ ചെയ്യുമ്പോൾ. പക്ഷേ റേച്ചൽ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഒരു സിനിമ, ഒരു കഥ എനിക്ക് വായിക്കാനായിട്ട് കിട്ടുന്നു. ആനന്ദിനി തരുന്നു. അതിൻ്റെ കഥാകൃത്ത് രാഹുൽ മണപ്പാട്ട് എന്ന് പറയുന്ന കഥാകൃത്താണ്. വലിയൊരു കഥാമത്സരത്തിൽ, മാതൃഭൂമിയുടെ ഒരു കഥാമത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ഒരു കഥ. ആ കഥയുടെ ആദ്യത്തെ പാരഗ്രാഫ്, 2 പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ ഇതിലൊരു സിനിമയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇത്രയും തീക്ഷ്ണമായി ഒരാൾ എഴുതുക, ഒരാൾ അതിൽ തീ ഊറിയിടുന്നത് പോലെ എഴുതിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഭയങ്കര സിനിമ ഉണ്ടല്ലോ എന്ന് തോന്നി. ഇവർ സെലക്ട് ചെയ്ത കഥ, ആനന്ദിനെ സെലക്ട് ചെയ്ത കഥ ഒരു ഫയർ ഉണ്ടല്ലോ എന്ന് തോന്നി. അവിടെ നിന്നാണ് ഒരു സിനിമ രൂപപ്പെടുത്തു വരുന്നത്. പിന്നെ ഈ കഥ ചെയ്യണമല്ലോ. ആ സിനിമയിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് അതിനകത്ത് ഉഗ്രൻ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, ബോത്ത് ജോയി ഉണ്ടായിരുന്നു, റേച്ചൽ ഉണ്ടായിരുന്നു, നിക്കോളസ് ഉണ്ടായിരുന്നു, ജോഷു ഉണ്ടായിരുന്നു, തെരേസ ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളുണ്ട്, ജീവനുള്ള കഥാപാത്രങ്ങൾ. ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആ സിനിമ ഇനി സിനിമയാക്കുക മാത്രമേ വേണ്ടൂ. ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ അത് പലതരം ലെയേഴ്സ് ഉള്ള സിനിമയാണ്. അതിനകത്തൊരു കൊമേഴ്സ്യൽ എലമെന്റ്, അതിനകത്തൊരു കൈയടിക്കാനുള്ള ഒരു എലമെന്റ്, അതിനകത്ത് തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള ഒരു എലമെന്റ് ഉണ്ടെന്ന് ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. പിന്നീട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഇവരോട് ചർച്ച ചെയ്തത്. തീർച്ചയായും ഒരു സിനിമയുടെ കഥ സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു നിർമ്മാതാവ് വരണം, ആക്ട്രസ് വരണം. ഹണി റോസിനോട് കഥ പറഞ്ഞു, ആനന്ദിനി കഥ പറഞ്ഞ ശേഷം ഹണി റോസിന്റെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നോട് ഹണി പറഞ്ഞത്, സാർ ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ല എങ്കിൽ ഈ സിനിമ നടക്കട്ടെ, ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറിനെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹണിയോട് പറഞ്ഞത്, ഇത് പ്രൊഡ്യൂസർ വരും, ഹണി തന്നെ ആയിരിക്കും നായിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് ആ സിനിമയുടെ തുടക്കം തൊട്ട് ഇത് ഇവോൾവ് ചെയ്തൊരു സിനിമ ഫോമായി വരികയാണ്. ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ ഒക്കെ ഒരുമിച്ച് കൂടി ഈ സിനിമ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഒരു തരിപ്പുണ്ടായിരുന്നു. അത് ആനന്ദിനിയുടെ ഭാഗ്യമാണ്. അത് തീർച്ചയായും ഹണി റോസിന്റെ ഭാഗ്യമാണ് ഈ സിനിമ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ അവകാശി എന്ന് പറയുന്നത് രാഹുൽ മണപ്പാട്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അവനിന്ന് വരാൻ പറ്റിയിട്ടില്ല. PGക്ക് പഠിക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ 21 വയസ്സുകാരൻ എഴുതിയ ഒരു കഥയുടെ തീക്കനലിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഒരു സത്യസന്ധതയുണ്ട്. രാഹുൽ മണപ്പാട്ടിനോട് ജസ്റ്റിസ് കാണിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സിനിമ കാണുന്നവർക്ക് സന്തോഷം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാദുഷ ഈ സിനിമ ഇടയ്ക്കൊന്ന് സ്റ്റക്കായപ്പോൾ, ഇതുപോലെ റിലീസിന് വൈകിയപ്പോൾ ഞാൻ ബാദുഷയോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു ഇൻവെസ്റ്ററെ എടുത്തെന്നോ മറ്റൊരാൾ വഴി റിലീസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ബാദുഷ ഈ സിനിമ വിട്ടിട്ടില്ല. സാധാരണ ഇതിലൊരു മനുഷ്യൻ എന്ത് വിചാരിക്കണം, എന്നാൽ ഈ സിനിമ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കട്ടെ. ബാദുഷ ഈ സിനിമ വിട്ടിട്ടില്ല. ബാദുഷ ഈ സിനിമ വിടാതെ അദ്ദേഹം തന്നെ ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൊണ്ടാണ്. അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഹണി റോസ് ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ മറ്റൊരു സിനിമയ്ക്ക് ഹണിയെ വിളിച്ചിരുന്നു, പക്ഷെ ഹണി വന്നില്ല. അപ്പോൾ ഹണിക്ക് എത്രമാത്രം പ്രതീക്ഷയായിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടാവുക? ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുണ്ട്, ഒരു സത്യസന്ധതയുണ്ട്, ഒരു സോളുണ്ട് ഈ സിനിമയ്ക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സിനിമ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയോട് ആദ്യം ഇതുപോലെ നന്ദി പറയേണ്ട ഒരാൾ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ശ്രീ സ്വരൂപാണ്. സ്വരൂപ് ഒന്ന് വരുമോ? ഞാനൊന്ന് പ്രസന്റ് ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നി സ്വരൂപിന് കുറച്ച് സ്വരൂപിന് എന്തെങ്കിലും പറയാനുണ്ടാവും. രാധാകൃഷ്ണൻ ഇതുപോലൊരു ടെക്നീഷ്യൻ ഒന്ന് വരുമോ? സൗണ്ട് ചെയ്ത ശങ്കർ,
ഇതുപോലെ ടെക്നീഷ്യൻസിന്റെ ബാക്കപ്പ് ആനന്ദിനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ സിനിമ കണ്ടപ്പോൾ ഡോൺ വന്ന സിനിമ കണ്ട ശേഷം ഡോൺ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സിനിമ അതിന്റെ ട്രെയിലർ കട്ട് ചെയ്തത്. ഡോൺ ഒന്നുകൂടെ വരുമോ? ചെയ്തത് ഇഷാനാണ്. ഇഷാൻ US-ലാണ്. ഇഷാൻ ഇവിടെ ഇങ്ങനെ കുറെ ബാക്കപ്പുകളുണ്ട്. എനിക്കവിടെ ഇവരൊക്കെയാണ് ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ, ഇവർ സംസാരിക്കേണ്ട ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയെക്കുറിച്ച് എനിക്കുള്ളത് രാജാകൃഷ്ണനെ പോലെ ഒരാള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് മിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹം ഇവരൊക്കെയാണ് സിനിമയെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിലൊരു എന്താ പറയണമെന്ന് അറിയത്തില്ല, ഇതൊരു പ്രത്യേകതയുള്ളൊരു സിനിമയാണ്. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ ഹൈറോസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായി കണക്റ്റായ സിനിമകളിൽ ഒന്നാണ്. എല്ലാവരും 100% കൊടുക്കുക, ഒരു സിനിമയിലേക്ക് ഇൻപുട്ട് ഇടുക എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റും ഒന്നൊന്നെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ പെർഫോമൻസ് 100%ലായിരുന്നു. ഞാൻ ബാബുച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത്. എത്ര പറഞ്ഞാലും മതിയാവില്ല. അഞ്ജു ഡൺ എ ബ്രില്യൻറ്റ് ജോബ്. ഞാൻ എപ്പോഴും എനിക്ക് ആദ്യത്തെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും പ്രതീക്ഷകൾ കൂടുതലാണ്. എപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആദ്യത്തെ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ സിനിമയും പലപ്പോഴും ദേ കം വിത്ത് ലോട്ട് ഓഫ് ഡ്രീംസ്. ആ സ്വപ്നങ്ങൾ മുഴുവൻ, ആ സിനിമയിൽ കണ്ട പാഷൻ മുഴുവനും അതിലേക്ക് 100% കൊടുത്തിട്ടായിരിക്കും ആ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വൻ വിജയമായി മാറുമെന്ന് ഞാൻ 100% പ്രതീക്ഷിക്കുന്നു. അതെല്ലാ പ്രാർത്ഥനകളും. ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് മീ ഇൻ ദിസ് ടീം. ആക്ച്വലി താങ്ക് യു സോ മച്ച്. ഏറ്റവും സത്യസന്ധമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ശ്രീ രാജകൃഷ്ണൻ. ഒരു സിനിമ നമ്മൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മിക്സ് ചെയ്യാൻ കൊടുത്താൽ അദ്ദേഹമാണ് ആ സിനിമ ചെയ്യേണ്ടത്, മിക്സ് ചെയ്യേണ്ടത്. അദ്ദേഹം പക്ഷേ സിനിമ വർക്കായില്ലെങ്കിൽ എനിക്ക് വർക്കായില്ല, അവിടെ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുള്ള ഡയറക്ടേഴ്സിനോട് ഇത് കുഴപ്പമാണെന്ന് പറയുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഡോൺ സിനിമ കണ്ടത്, ഈ സിനിമ ഈ അടുത്തിടെയാണ് ഡോൺ കണ്ടത്. അപ്പൊ ഡോൺ ഈ സിനിമയുടെ യാതൊരു ചരിത്രവും അറിയില്ല. ഡോൺ സിനിമ കണ്ടിട്ട് സിനിമ ട്രെയിലർ എഡിറ്റ് ചെയ്തു. ഡോൺ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഷൈൻ ചേട്ടൻ ആക്ച്വലി ട്രെയിലറിന് വേണ്ടി ഫുട്ടേജ് തരുന്നു, ഞാൻ മൂവി കാണുന്നു, അനന്തിനി വരുന്നു. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു ഫിലിം എക്സ്പെക്ട് ചെയ്തില്ല, പ്രത്യേകിച്ചൊരു ഫീമെയിൽ ഡയറക്ടർ. കാരണം ഇതൊരു ഭയങ്കര ഇമോഷണൽ കണ്ടന്റ് ഓറിയന്റഡ് ഫിലിമാണ്. ഇതിനകത്തൊരു ഡ്രാമയുണ്ട്, ക്രൈം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം ബാബുരാജേട്ടനെ ഇതേവരെ കാണാത്ത ഒരു ബാബുരാജേട്ടനെ ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാവരും ഓരോ സിംഗിൾ ക്യാരക്ടേഴ്സ് വരെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് വരുന്നൊരു സംഭവം, ഇത് തിയേറ്ററിൽ എല്ലാവരും മിസ് ചെയ്യും, OTT വരുമ്പോൾ കാണാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അതുകൊണ്ട് ദയവ് ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട് ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആളെ ചിലപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചടങ്ങുകൾ, ഫംഗ്ഷനിലൊന്നും മുന്നിൽ നിന്ന് അവർ സംസാരിക്കാറില്ല. പക്ഷെ ഒരു സിനിമയുടെ സൗണ്ടിന് അത് കാഴ്ചയും കേൾവിയും കൂടെ ചേരുമ്പോഴാണല്ലോ സിനിമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന തിയേറ്ററിൽ. ഓരോ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൗണ്ട് ഡിസൈനറാണ് ശങ്കർ, അവാർഡ് വിന്നറാണ്. ശങ്കറിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഒരു സിനിമയ്ക്ക് ശങ്കർ തരുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ സിനിമയെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചത്. ശങ്കറിനും കൂടെ എന്താ പറയാനുള്ളത് കേൾക്കാം. പറയാനുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന സിനിമ. സൗണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. നമ്മൾ സാധാരണ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ആനന്ദിനിയും സ്വരൂപവുമാണ് അത്. ആക്ച്വലി ഒരു ക്യാമറമാനാണ് ഒരു ഡയറക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആത്മാവ് കൊടുക്കേണ്ടത്. വിഷ്വലി ഫൈറ്റ് ചെയ്ത്
സ്വരൂപ വിഷ്വൽസ് ഉണ്ടാക്കുന്നത്, സിനിമയുടെ വിഷ്വൽസ് ഉണ്ടാക്കുന്നത് ഞാനത് കണ്ട് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കവിടെ സ്വരൂപിനും ഒരു പ്രതീക്ഷിച്ചില്ല. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി 2 വാക്ക് സംസാരിക്കണമെന്ന് പ്രതീക്ഷിച്ചില്ല. ആനന്ദിനി ബാലനോട് ആദ്യമേ പറഞ്ഞത് എല്ലാ ഫ്രെയിമുകളും ഒരു പെയിന്റിങ് പോലെ ഇരിക്കണമെന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു വേറെ ആളെ നോക്കിക്കോ, ഞാനില്ലാന്ന് പറഞ്ഞത്. പക്ഷെ ഇവരെന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഞാൻ ആസ്വദിച്ച് പണിയെടുത്തു. എല്ലാരെയും പോലെ തന്നെ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ സൗണ്ട് ഇല്ലാണ്ടാണ് ഞാനിപ്പോ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് ടൈമിലൊക്കെ. പക്ഷെ അത് ബോറടിക്കണല്ല, നമ്മളിത് എൻഗേജ്ഡ് ആണ്. ആ സിനിമ ഒരു കോർത്തിണക്കി ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് കണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഇവരോടൊക്കെ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ലാലുവേട്ടനെ ഞാൻ ഒരു പരസ്യം ഞങ്ങൾ കുറച്ചു മുമ്പ് അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് മൈക്ക് കൈ കെട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ നാളാ, പക്ഷെ എനിക്ക് മൈക്ക് കൈ കെട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. ഒരു ക്യാമറ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു. ശ്രീ ജോബി സാർ പറഞ്ഞ പോലെ ഒരു സ്ത്രീ സംവിധാനം ചെയ്ത, ഒരു സ്ത്രീ ലീഡ് റോളിൽ അഭിനയിച്ച, അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ആയിട്ടെതിരെ ആരും കണ്ടിട്ടില്ല അല്ലേ? ഈ സിനിമ ഇതൊരു സിനിമാറ്റിക് സിനിമയാണ്. അതൊരു ഫിലിം മേക്കർ, ആനന്ദിനി ബാല എന്നുള്ള ഫിലിം മേക്കറിന്റെ, ഹണി റോസ് എന്ന ആക്ടറിന്റെ ഒരു സിനിമ. അതിന് മഞ്ജു എന്ന് പറയുന്ന പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഒരു സിനിമയായിട്ട് യാതൊരുവിധ പരിഗണനയും ഇവർക്ക് കൊടുക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അത്തരത്തിൽ സിനിമയായിട്ട് തന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടിട്ട് ആളുകൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയട്ടെ, വിമർശിക്കുന്നെങ്കിൽ വിമർശിക്കട്ടെ അല്ലേ? ആ സത്യസന്ധമായ സിനിമയ്ക്ക് എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതിന്റെ വിജയപരാജയങ്ങൾക്ക് ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. നമ്മൾ അധികം പറയുമ്പോൾ ഇതുപോലെ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ സിനിമയെ കുറിച്ച് തള്ളി എന്ന് പറയും. പക്ഷെ അത് തള്ളിയതല്ല, സിനിമയെ കുറിച്ച് സത്യസന്ധമായി തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ബാദുഷ പറയാനുള്ളത് പറഞ്ഞു. ബാദുഷ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, ബാദുഷ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം ബാദുഷയ്ക്ക് സിനിമയ്ക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് ബാദുഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ബാദുഷ കൊടുക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ആനന്ദിനെ പോലെ ഒരു ഫീമെയിൽ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണത് എന്ന് ബാദുഷ ചോദിച്ചതായിട്ട് ഞാൻ, ലൈറ്റ് വേണോ, സ്വരൂപൊക്കെ വലിയ ലൈറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ബാദുഷ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഷൂട്ടിന് യാതൊരു ബുദ്ധിമുട്ടും ബാദുഷ വരുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾ എന്താണ് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഒരു ഡയറക്ടറെ മാനിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചെയ്യുന്നത്. ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് തുടങ്ങി. ആദ്യം പ്രൊഡ്യൂസറായിട്ട് ചെറിയ രീതിയിൽ വന്നു, പിന്നെ പ്രൊഡക്ഷൻ മാനേജറിൽ തുടങ്ങി പ്രൊഡക്ഷൻ കൺട്രോളറായി, അവിടെ നിന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി, ലൈൻ പ്രൊഡ്യൂസറായി, പിന്നെ പ്രൊഡ്യൂസറായി. അപ്പോൾ ഇത്രയും നാളായിട്ട് നിൽക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടെക്നീഷ്യൻ എന്ത് വേണം എന്നുള്ളത് അവർ പറയുമ്പോൾ അതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമേ തന്നെ ഇവരോടൊക്കെ പറയുമായിരുന്നു, ആവശ്യമുള്ളത് എന്നോട് ചോദിക്കാൻ പാടുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ ഇവർ ചോദിച്ചുള്ളൂ. അങ്ങനെ സ്വരൂപിനും ബലൂൺ ലൈറ്റ് മാത്രം കൊടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാം കൊടുത്തിട്ടില്ല. ഇനി ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം വേദിയിൽ എല്ലാവരും തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ആദ്യമായി റേച്ചൽ ടീമിന് നല്ലൊരു വിജയം ആശംസിക്കുന്നു. ബാദുക്കയുടെയും മഞ്ജു ചേച്ചിയുടെയും പടം, അതിൻ്റെ ഒപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചന്തു, സൽമീറിൻ്റെ മോൻ, പോളി ചേച്ചി, വിനീതേട്ടൻ, ഒത്തിരി ഇഷ്ടമുള്ള ആളുകളുടെ ഒരു സിനിമ. അപ്പം അതൊരു വലിയ വിജയം ആവണം. കാരണം അതിന് ശേഷമാണ് എൻ്റെ ഇതേ പ്രൊഡക്ഷൻ സ്പ്രിംഗ് ഞാൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാത്തിരിപ്പ്
ഈ വിജയം എനിക്ക് കൂടുതൽ സന്തോഷകരമാക്കും. സ്പ്രിംഗ് മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞു, നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഇനി പ്രേക്ഷകരിലോട്ട് മുന്നിലെത്തുമ്പോൾ ഇനി ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്. എന്നെ സംബന്ധിച്ച് ഹാപ്പി ആവുന്ന ഒരു കാര്യം, ഞാൻ പതുക്കെയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പതുക്കെയായിട്ട് സിനിമ കാണുന്നത്. അപ്പം ഞാൻ പതുക്കോട് പറഞ്ഞ ആകെ ഒരു കാര്യം, പിള്ളേരെ ഒന്ന് വിളിക്കണം, അവരുടെ ഒപ്പം ഇരുന്ന് കാണാം. അപ്പം പതുക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, മോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവൾ ഉള്ള കാര്യം മൂത്തോക്കി പറയും, അപ്പോ അത് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് വേണ്ടത്, കാരണം അതൊക്കെ ഒന്നും പറയില്ല കണ്ടു കഴിഞ്ഞാല്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി, പതുക്കയുടെ ഫാമിലി, ഞാൻ ഇരുന്നാണ് സിനിമ കാണുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് വന്നു. പതുക്കയുടെ മോള് പതുക്കയുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു. സത്യത്തിൽ അത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളൊരു ഫാമിലി പോലെ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ആ മോളുടെ ചോദ്യത്തിന് ഞാൻ അത്രയും നേരം ഞാൻ പതുക്കയുടെ ഫേസിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെ പതുക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പം ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു റിപ്ലൈ, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു റിലീസിന് മുമ്പ് ഞാൻ അതിൽ വളരെ വളരെ ഹാപ്പിയാണ്. അതുകൂടാതെ ഞാൻ മുന്നിലിരിക്കുന്ന, ഞാൻ ചെറുപ്പം മുതൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി ആഘോഷിച്ച സിനിമകളുടെ ഡയറക്ടേഴ്സൊക്കെ എൻ്റെ മുന്നിലുണ്ട്. വലിയൊരു സന്തോഷം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട്. പ്രമോദേട്ടൻ, ജോബിച്ചേട്ടൻ, പ്രമോദേട്ടനാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇടാ നിനക്ക് സിനിമ സംവിധാനമൊക്കെ ചെയ്യാൻ പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞത്. അപ്പോ ഒരു ചെറിയ ഇടവേളയുടെ കാത്തിരിപ്പാണ് എൻ്റെ സിനിമയ്ക്കും റീച്ചലിന് ശേഷം. ആ കാത്തിരിപ്പിന് ഞാൻ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ചിത്രശലഭങ്ങളെ നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഞാനൊരു പൂന്തോട്ടം എനിക്ക് ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജനുവരിയിൽ അത് ആ ചിത്രശലഭങ്ങൾ എൻ്റെ മുന്നിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, വളരെ സന്തോഷമായിരിക്കും. താങ്ക് യു സോ മച്ച്. So thank you, Srilal. Thank you very much.